ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ ഒരല്പം പരിചയമല്ലാത്ത ഒരു ഓഡിറ്റോറിയം അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? യെസ്, ഇതൊരു ഓഡിറ്റോറിയം അല്ല, ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു റിസോർട്ടാണ് കേട്ടോ. കുഞ്ഞു റിസോർട്ടാണെന്ന് ഞാൻ ഒരു ഭംഗി വാക്ക് പറഞ്ഞതാണ്. കുഞ്ഞായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിലെ സജ്ജീകരണങ്ങളെല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു മാരേജ് ഫിക്സേഷൻ സെറിമണി ആയിരുന്നു കേട്ടോ. ഒരു കല്യാണ നിശ്ചയത്തിൻ്റെ ചടങ്ങിലായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് മുതലായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഒരു 6:30ക്കാണ് നമ്മുടെ ഫംഗ്ഷൻ അവിടെ ആരംഭിച്ചത്. അപ്പോൾ ഒരു 6:30 PM എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇരുട്ടിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ഇരുട്ടിൻ്റെ ഭംഗി കൂടുതലായിട്ട് ആസ്വദിക്കണമെങ്കിൽ ലൈറ്റ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ലൈറ്റുകളും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് പേഴ്സണലായിട്ട് പ്രോഗ്രാം നടത്തണം, നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പേരെ വിളിച്ച് അടിപൊളിയായിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. ഇത് സ്ഥലം വരുന്നത് നമ്മുടെ പൂമലയിലാണ്. അത്താണി അടുത്ത് പൂമല റിസോർട്ടിലാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ദി ലീഫ് എന്നാണ് റിസോർട്ടിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ആ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് അന്ന് ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഒരു 6 മണിയോട് അടുത്ത് നമ്മൾ ആ റിസോർട്ടിലെത്തി. ഞാൻ ഏറ്റവും ആദ്യമായിട്ടാണ് ആ റിസോർട്ടിലേക്ക് പോയിട്ടുള്ളത്. പല ഫ്രണ്ട്സും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ ആദ്യമായിട്ടാണ് എത്തിയിട്ടുള്ളത്. എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഒരു 2-3 ഫാമിലി ആയിട്ട് പോയാലും നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഊഞ്ഞാലാടാനും ഓടിച്ചാടി നടക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്കവിടെ താമസിച്ച് വേണമെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് കൂട്ടുകാരൊക്കെ കൂടെ ഒരുമിച്ച് ചേർന്ന് കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ റൂംസും അവൈലബിൾ ആണ്. അപ്പോൾ റൂംസ് ഉണ്ട്, പിന്നെ ഓപ്പൺ സ്റ്റേജുകളും അതുപോലെ ഇൻഡോർ സ്റ്റേജുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ചെറിയ ഓപ്പൺ വൈബ് എന്നാൽ പൂർണ്ണമായിട്ട് ഓപ്പണും അല്ല, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണാൻ ഒരുപാട് ഗ്രീനറി ഇഷ്ടമുള്ളവർക്ക്, വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ദി ലീഫ് എന്ന് പറയുന്ന പൂമലയിലുള്ള റിസോർട്ട്. അപ്പോൾ ആ റിസോർട്ടിലേക്ക് പോയപ്പോൾ നമ്മുടെ അടുത്തറിയാവുന്ന കുറച്ച് നാട്ടിലുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. നമുക്ക് അറിയാവുന്ന ഒരാളുടെ എൻഗേജ്മെൻറ്റ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വിശേഷങ്ങളും പതിയെ പതിയെ നമ്മുടെ ക്യാമറയിൽ ഇങ്ങനെ ഒപ്പിയെടുത്തു. ആ ഒപ്പിയെടുത്ത കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ദി ലീഫ് റിസോർട്ടിൻ്റെ പെയ്ഡ് പ്രൊമോഷനാണോ അല്ലെങ്കിൽ അവരുടെ പരസ്യമാണോ എന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഇനി വരാൻ പോകുന്ന വെഡ്ഡിങ് സീസണുകൾക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആഘോഷങ്ങൾക്ക് കൂട്ടുകാരുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഗെറ്റ് ടുഗദറിനെ ഒക്കെ പ്രിയപ്പെട്ട ഒരിടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഇതുപോലൊരു ചെറിയ ഒരു ഡാം കൂടെ കാണാൻ പറ്റും. അങ്ങനെ ഡാമിൻ്റെയും ആ പച്ചപ്പിൻ്റെയും ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഒരു വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമയങ്ങളിൽ തിരഞ്ഞെടുത്ത് അവിടെ ചെന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ അടുത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരിടമാണ് ദി ലീഫ് എന്ന് പറയുന്ന പൂമലയിലുള്ള റിസോർട്ട്. ഈ ലീഫിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ പല തരത്തിലായിരിക്കാം, ആ പലതിൻ്റെയും സൗന്ദര്യം പല രീതിയിലായിരിക്കുമല്ലോ. അപ്പം ഞാൻ കണ്ട ഒരു റിസോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സൗന്ദര്യം നമ്മൾ പകർത്തിയെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളും ഇനി വരുന്ന ആഘോഷങ്ങളൊക്കെ കൂടുതൽ കളർഫുൾ ആവട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ല ജീവിതങ്ങളും നല്ല നിമിഷങ്ങളും ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.